Why is web development the best starting career? അപ്പോൾ ഞാൻ ഒരു കഥ വെച്ച് തുറന്ന കോളേജിൽ പഠിക്കുമ്പോൾ ഐ സ്റ്റമ്പിൾ പോണ വീഡിയോ ഓൺ യൂട്യൂബ്. അപ്പോൾ അതിൽ ഞാൻ ചെയ്ത് ഒരു ബേസിക് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ഞാൻ കണ്ടു, അതുപോലെ ചെയ്തു. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ എൻ്റേതായ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. എൻ്റെ പേരുള്ള, എൻ്റെ സിഗ്നേച്ചറുള്ള, എൻ്റെ ഇഷ്ടത്തിനുള്ള, എൻ്റെ കളറിനുള്ള, എൻ്റെ മനസ്സിലുള്ള ഡിസൈനിലുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. അപ്പം എനിക്ക് കിട്ടിയൊരു കിക്ക് ഉണ്ടല്ലോ, ദാറ്റ് വാസ് അമേസിങ്. കാരണം നമ്മളിപ്പോൾ കോളേജിൽ പല പ്രാക്ടിക്കലും അതും ഇതൊക്കെ എന്തൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വിഷ്വലി ഒന്നും കാണാനുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല ചെയ്യാൻ. ബട്ട് ഇവിടെ കോഡിങ്ങിൽ, എസ്പെഷ്യലി വെബ് ഡെവലപ്മെൻറ്റിൽ, നമ്മൾ ചെയ്യുന്നതിന് അപ്പം റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കത് വിഷ്വലി കാണാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, അത് ലൈവായിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബിൽഡ് ചെയ്ത ഒരു സ്ക്രാച്ച് പൊട്ടിപ്പോയ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം നമ്മുടേതായ ഒരു ഐഡിയയിൽ, നമ്മുടേതായ ഒരു സിഗ്നേച്ചറിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കില്ലേ, ദാറ്റ് തിങ് ഗിവ്സ് ഹെൽ ലോട്ട് ഓഫ് എ കിക്ക്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ വെബ് ഡെവലപ്മെൻറ്റിലേക്ക് ഞാൻ വരുന്നത്. ആ വീഡിയോ വേറൊന്നുമല്ല, വെബ് ഡിസൈനിങ് ചാലഞ്ച്, പ്രോട്ടോടൈപ്പിൻ്റെ മലയാളം ചാനലിലുള്ള വെബ് ഡിസൈനിങ് ചാലഞ്ചാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. എനിക്കിഷ്ടമുള്ള കാർസ്, എനിക്കിഷ്ടമുള്ള എല്ലാം, എൻ്റെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, എൻ്റേതായിട്ടുള്ളൊരു മാഗസീൻ ഞാൻ ഇറക്കി എന്ന് പറയാം. ഇറ്റ് വാസ് ഫൺ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് വെബ് ഡെവലപ്മെൻറ്റ് ഇസ് അതൊരു സ്വീറ്റ് സ്പോട്ടാണ്. ഇപ്പോൾ വേറെ നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, AI, ML, ഡാറ്റ സയൻസ്, ദിസ് ദാറ്റ്, കുറേ ഓപ്ഷൻസ് മൊബൈലിൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സ്വീറ്റ് സ്പോട്ടാണ്. അതായത് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കണമെങ്കിൽ അത് ചലഞ്ചിങ് ആയിരിക്കണം, നമ്പർ 1. പിന്നെ അധികം ടഫ് ആവാനും പാടില്ല. അത് വെബ് ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ ചലഞ്ചിങ് ആണ്, പക്ഷെ അത്ര ടഫല്ല. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും പിന്നെ ഞാൻ പഠിച്ച ഫീൽഡും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അങ്ങനെ കൂടുതൽ പഠിച്ചു, അങ്ങനെ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ചു, അങ്ങനെ ഫ്രീലാൻസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പൈസ കിട്ടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ വെബ് ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു 100K കോഡിങ് ചലഞ്ച് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വെബ് ഡിസൈനിങ് ചലഞ്ച് വാച്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പ്രോട്ടോടൈപ്പ് ചാനലുണ്ട്. ഇതെല്ലാം വാച്ചതിന് ശേഷം അതുപോലെ റിയാക്റ്റിൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈക്ക് നമ്മൾ സീരീസ് കാണുന്ന പോലെയാണ്. ബട്ട് യു ആർ ബിൽഡിങ് സംതിങ് അലോങ് യു ആർ ഗോയിങ് വിത്ത് ദാറ്റ്. സീരീസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കൊള്ളായിരുന്നു അതിനെപ്പറ്റി സംസാരിക്കുകയല്ല. യു ഹാവ് സംതിങ് ടു ഷോ. ഓരോ സീരീസ് നിങ്ങൾ വാച്ച് തീർക്കുമ്പോൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ അവിടെ ബിൽഡ് ആവാണ്. നിങ്ങൾ കാണുന്ന ഓരോ സീരീസും അല്ലെങ്കിൽ ഓരോ ലെക്ചേഴ്സും കഴിയുന്തോറും നിങ്ങൾക്ക് ആ ഫീൽഡിലുള്ള നോളജും കൂടുകയാണ്. നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എല്ലാം ഇമ്പ്രൂവ് ആവും. അപ്പോൾ ജസ്റ്റ് start, whether it is web development, non stack ആണെങ്കിലും ഇൻ സ്റ്റാക്ക് ആണെങ്കിലും പൈത്തൺ ജാവ ആണെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട്. അതൊരു സ്വീറ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം, നോ എക്സ്ക്യൂസസ്. ആർക്കും എക്സ്ക്യൂസസ് പറയാനുണ്ടാവില്ലല്ലോ. കാരണം ടഫായിട്ടുള്ള ആൾക്ക് ഇതിലെ ടഫ് കോൺസെപ്റ്റ്സ് പഠിക്കാൻ പറ്റും. ബിഗിനർക്ക് ഇതിലെ ബേസിക് കോൺസെപ്റ്റ്സ് തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാൻ സീ ദ റിസൾട്ട്സ് live as you go. അപ്പോൾ ഇതുപോലെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള
പെട്ടെന്ന് റിസൾട്ട്സ് കാണാൻ പറ്റുന്ന ഫീൽഡിൽ ഒന്നാണ് ഈ വെബ് ഡെവലപ്മെന്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആസ് സൂൺ ആസ് നിങ്ങളൊരു മേ ബി ഞാൻ തോന്നുന്നു 3 വീക്സോ 4 വീക്സ് കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് വെരി കീൻ ടു സ്റ്റാർട്ട് ഫ്രീലാൻസ് പ്രൊജക്ട്. ഐ യൂസ് ടു കോൾ, ഞാൻ ആൾക്കാരെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ വെബ്സൈറ്റിന് ആവശ്യമുണ്ടോ? എനിക്ക് വെബ്സൈറ്റ് ചെയ്യാൻ അറിയാം, ഞാൻ പഠിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും സാധനം തരില്ല. ഐ യൂസ് ടു പിച്ച്. ഞാൻ ആൾക്കാരടുത്ത് പോയിട്ട് പിച്ച് ചെയ്യും, അതായത് ചോദിക്കും, നിങ്ങൾക്ക് വെബ്സൈറ്റ് ആവശ്യമുണ്ടോ? എനിക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ അറിയാം, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും. ഫ്രണ്ടിന് മാത്രം ചെയ്യും, പഠിച്ച കാര്യം പറയണേ. എന്നിട്ട് പോയി പിച്ച് ചെയ്യും, എന്നിട്ട് 1-2 ക്ലയൻസിനെ കിട്ടും, എന്നിട്ട് അത് ചെയ്തു കൊടുക്കും, ആ പൈസ വാങ്ങി വർക്ക് ഇടും. രസമാണ് ഈ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പഠിക്കേണ്ട പോലെ ഗിറ്റ് ഹബ്. ഞാൻ വേറെ ഗിറ്റ് ഹബ് ഇതിലും വൃത്തിക്ക് പറഞ്ഞു തരുന്ന ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബ് മൊത്തം അടിച്ചു നോക്കിയപ്പോൾ. ഗിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതിലും ക്ലിയർ ആയിട്ട് ChatGPT പോലും പറഞ്ഞില്ല. അത്രയും ക്ലീൻ ആയിട്ട് നിഖിൽ സാർ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് പഠിച്ച ആ കൺസെപ്റ്റ്, ഇതിന്റെ യൂസ് എന്താ, ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന, എവിടെ അപ്ലൈ ചെയ്യുന്ന, ഡെവലപ്പേഴ്സിന് ഇത് അറിഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം. സോ ജസ്റ്റ് സ്റ്റാർട്ട്. എന്തായാലും നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങളുടെ 20s-ലാണ്, +2 ആണ്. It's the best time to learn such an high income skill. അപ്പോൾ ഇത് ബേസിക് ആണ്, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ ടൈം ചലഞ്ചിങ് ആണ്, ബോറടിക്കില്ല. അപ്പോൾ ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. AI, ML ഏത് ഫീൽഡിലേക്ക് തിരിയുന്ന ആൾക്കാർ ഞാൻ പറയുകയാണെങ്കിൽ ഇതാദ്യം പഠിക്കും. നിങ്ങൾ ഈ ജീപ്പ് ഓടിക്കാൻ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ 4 വീലുള്ളൊരു വാഹനം ഓടിക്കാൻ പഠിക്കും, പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിയും ഓടിക്കാം. അത്രേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ this is why I am saying web development is the career or the course you can learn and earn at the same time in 2025. 2025 ഇതിന് നല്ല കോഴ്സ് നിങ്ങൾക്ക് കിട്ടൂല, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടൂല. പഠിച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫ്രീലാൻസ് ചെയ്യണമെങ്കിൽ ചെറിയ എക്സ്പീരിയൻസ് വേണമെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാം. അല്ല ജോബിന് കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്കില്ലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെവലപ്പറായിട്ട് കയറാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പറോ, നിങ്ങൾക്ക് ബാക്ക് എൻഡ് ആണ്, ലോജിക്കൽ സൈഡാണ് കൂടുതൽ താല്പര്യം, അങ്ങനെ പോകും. ഇതല്ല രണ്ടും ഫുള്ളും ചെയ്യണമെന്നുണ്ട്, ഫുൾ സ്റ്റാക്ക് ആണ് ഡെവലപ്പർ ആണെങ്കിൽ അങ്ങനെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത ഇൻട്രസ്റ്റും സ്കിൽസും ആ ഒരു കുറച്ച് ടൈമിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്തെടുക്കുമ്പോൾ ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അവർ നിങ്ങൾ കാണുന്ന എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ലേണിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള, ഇത്രയും പെട്ടെന്ന് ഒരു ടെക് സ്റ്റാക്ക് മാസ്റ്റർ ചെയ്ത ആൾക്കാർ നിങ്ങൾ എങ്ങനെയായിരിക്കും അവർ കാണാൻ? Developers are not paid to write code. They are paid to learn and adapt new technologies on the go. അതായത് ഡെവലപ്പേഴ്സിനെ വെറുതെ ഇങ്ങനെ കോഡ് ടൈപ്പ് ചെയ്യുന്നതിനല്ല പൈസ. അവർക്ക് പൈസ കിട്ടുന്നത് പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു ടെക് സ്റ്റാക്ക് എന്തോ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് പഠിക്കും. അതിനാണ് അവർ പേ ചെയ്താവുന്നത്. കോഡ്, ലൈൻ ഓഫ് കോഡ് ആർക്കും ചെയ്യാം, ChatGPT ജനറേറ്റ് ചെയ്യും. പക്ഷേ പുതിയൊരു ടെക് സ്റ്റാക്ക് വരുമ്പോൾ അതിന് പെട്ടെന്ന് മാസ്റ്റർ ചെയ്ത് അതിൽ പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാന്നുള്ളത് എല്ലാവർക്കും പറ്റില്ല. അവിടെയാണ് ശരിക്കും ഡെവലപ്പറിന്റെ ഒരു ചേഞ്ച് അറിയണം. അപ്പോൾ ദാറ്റ്സ് ഓൾ.